ഇറച്ചിയും മീനും കഴിച്ചിട്ടാണോ കൊളസ്ട്രോൾ കൂടുന്നത് എന്നുള്ളൊരു ചോദ്യം ഇന്ന് നമ്മളോട് പേഷ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം കൊളസ്ട്രോൾ കൂടും എന്ന് കരുതിയിട്ട് അവർ ഈ ഇറച്ചിയും മീനും ഒക്കെ ഒഴിവാക്കാറുണ്ട്. അപ്പം ഇറച്ചിയും മീനും മാത്രമാണോ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൊളസ്ട്രോൾ ഉണ്ടാക്കുമോ? ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം. ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദിക് ഡോക്ടറാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള ഒരു ഘടകമല്ല. നമ്മുടെ ബോഡിക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കൊഴുപ്പിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ നോർമൽ റേഞ്ചിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം സെക്സ് ഹോർമോൺസിനെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസിനെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ട്, വിറ്റാമിൻ ഡിനെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ഈ കൊളസ്ട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഉപദ്രവകാരിയല്ല. അത് ഒരു റേഞ്ചിൽ കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊളസ്ട്രോളിലുള്ള ചില ഘടകങ്ങൾ കുറയുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉപദ്രവകാരിയാവുന്നത്. അതുപോലെ തന്നെ ഇറച്ചിയും മീനും മാത്രം നിങ്ങൾ ഒഴിവാക്കിയാൽ ഒരിക്കലും നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയില്ല. അതിനു പകരം നിങ്ങളുടെ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇറച്ചിയും മീനൊന്നും ഒഴിവാക്കേണ്ട ആവശ്യകതയില്ല. ഇറച്ചിയും മീനും കഴിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് കുക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ നിങ്ങളത് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നില്ല. കാരണം കൊളസ്ട്രോൾ ഒരിക്കലും ഇറച്ചിയും മീനും കഴിച്ചിട്ടല്ല. നിങ്ങൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള അരി ആഹാരവും അമിതമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡൊക്കെ നിങ്ങൾ കൂടുതൽ എടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത രീതിയിലുള്ള കുറച്ച് കൊഴുപ്പുകളുണ്ട്. ആ കൊഴുപ്പുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുള്ളൂ. ഇപ്പോൾ കൊളസ്ട്രോൾ നിങ്ങളിപ്പോൾ ഒരു ഭക്ഷണവും നിങ്ങൾ കഴിക്കുന്നില്ല, കൊളസ്ട്രോൾ ഉണ്ട്. ഒരു ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മുടെ ബോഡി തന്നെ ഈ ഒരു കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പുകളാണോ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് എന്തൊക്കെയാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ നിങ്ങൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. നോർമലി കൊളസ്ട്രോൾ പെട്ടെന്ന് അങ്ങനെ ആളുകളിൽ കണ്ടുവരാറില്ല. ചിലപ്പോൾ ഫാറ്റ് കുറച്ച് തടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ചില ആളുകളിൽ കൊളസ്ട്രോൾ ഉണ്ടായേക്കാം. അല്ലാത്ത പക്ഷം മെലിഞ്ഞ ആളുകളിൽ കൊളസ്ട്രോൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ ഈ ഒരു സിംറ്റംസ് കാണിക്കുക ചിലപ്പം കുറച്ച് കഴിഞ്ഞാലായിരിക്കും. അതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ചൊന്ന് കൊളസ്ട്രോൾ കിടക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും പുറത്തോട്ട് വരില്ല. പക്ഷെ കൊളസ്ട്രോൾ കുറച്ചൊന്ന് കൂടുന്ന സമയത്താണ് അവരിൽ ചില ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് വരുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കിതപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഒരു വിമ്മിഷ്ടം പോലെ വരിക. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്വാസത്തിനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട്, എപ്പോഴും ക്ഷീണം, എപ്പോഴും കിടന്നുറങ്ങണം. ഇപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലോണം വിശപ്പ്, നന്നായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് തടിച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ ബോഡിയിൽ കളർ ചേഞ്ചസ്, അതായത് പ്രത്യേകിച്ച് ഫോർഹെഡിലൊക്കെ പെട്ടെന്ന് ഒരു ബ്ലാക്കിഷ് കളർ വരിക, നിങ്ങളുടെ സ്കിന്നിലൊക്കെ ഒരു ബ്ലാക്കിഷ് ഡോട്ട് പോലെയൊക്കെ വരുന്നതൊക്കെ ഒരു പക്ഷേ കൊളസ്ട്രോൾ കൂടുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോയിൻറ്റിനൊക്കെ ആണെങ്കിലോ നല്ല രീതിയിൽ വേദന വരിക, നിങ്ങൾക്ക് മസിൽ പെയിൻസ് കൂടുതലായിട്ടും വരിക. കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാലും ആളുകൾ ഈ സിംറ്റംസ് ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ സിംറ്റംസ് ഒന്നും എല്ലാവരിലും കാണണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ 6 മന്ത് കൂടുന്ന സമയത്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്ക് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കും. ഒരിക്കലും നിങ്ങൾ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം ചെക്ക് ചെയ്താൽ പോരാ. നിങ്ങൾ എപ്പോഴും ഒരു ലിപ്പിഡ് പ്രൊഫൈൽ തന്നെ നോക്കുക. ലിപ്പിഡ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് ടോട്ടൽ കൊളസ്ട്രോൾ കിട്ടുന്നതാണ് LDL കൊളസ്ട്രോൾ, അതായത് ലോ ഡെൻസിറ്റി ആയിട്ടുള്ള ലിപ്പോ പ്രോട്ടീൻസിൻ്റെ അളവ് കിട്ടും. അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള HDLും കിട്ടും. ഈ LDL എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, അത് നമുക്ക് ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. HDL ആണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് അനിവാര്യമാണ്. ചില ആളുകൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് LDL കുറവായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് HDL കുറവാണെങ്കിലും HDL കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. എന്നാൽ ചില ആളുകൾക്ക് LDL കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ HDLും അതേ തോതിൽ കൂടുതലാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. കാരണം ചീത്ത കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാലും നല്ല കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ഈ ഹൃദയത്തിന് വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത് ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഉള്ളത് എന്നുള്ള ഡൗട്ട്സ് ആളുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അമിതമായിട്ട് എടുക്കുന്ന അരി ആഹാരം ഒഴിവാക്കണം. അതുപോലെ തന്നെ 3-4 ചായ കുടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അമിതമായിട്ട് ബേക്കറി ഐറ്റംസ് വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. നല്ല പഴുത്ത ഫ്രൂട്ട്സ് നിങ്ങൾ ഓവറായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം കുറയ്ക്കണം. വിറ്റാമിൻ C റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ, അതായത് ജ്യൂസസുകൾ, കോളകളൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളിപ്പോൾ റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസിലോട്ട് മാറുക. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക. ഹെൽത്തി ഫാറ്റ്സിനെ തന്നെ നമുക്ക് 2 രീതിയിൽ പറയാം.
ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്, മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഫാറ്റാണ്. അത് നമുക്ക് ഹീറ്റ് ചെയ്യാം. നമുക്കത് ഹീറ്റ് എത്ര ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്താലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സാച്ചുറേറ്റഡ് ഫാറ്റിൽ വരുന്നതാണ് ഗീ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഓയിൽ എന്ന് പറയുന്നത്. ഇതൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റിലാണ്, കോക്കനട്ട് ഓയിലൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ പോളിസാച്ചുറേറ്റഡും ഉണ്ട്, മോണോസാച്ചുറേറ്റഡും ഉണ്ട്. പോളിസാച്ചുറേറ്റഡിലാണ് ഒമേഗ 3യും ഒമേഗ 6ഉം വരുന്നത്. ഈ ഒമേഗ 3 എന്ന് പറയുന്നത് നമുക്കറിയാം ചെറു മത്സ്യങ്ങളിലും അതുപോലെ തന്നെ ഫിഷുകളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫിഷൊക്കെ നന്നായിട്ട് കഴിക്കുക. നിങ്ങൾ അമിതമായിട്ട് ഫ്രൈ കഴിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഫിഷൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ HDL കൂടും. HDL കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യകതയില്ല, നിങ്ങൾക്ക് ഹൃദ്രോഗം ഒന്നും വരാനുള്ള ചാൻസസ് ഇല്ല. അതുപോലെ തന്നെ ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അത് റിഫൈൻഡ് ഓയിൽസിൽ സൺഫ്ലവർ ഒക്കെ ഓയിലൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒന്ന് ഗീയും മറ്റൊന്ന് കോക്കനട്ട് ഓയിലും ആണ്. അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ വരുന്ന ആളുകളോട് ഓയിൽ വെളിച്ചെണ്ണ നിങ്ങൾ വെറുതെ നിങ്ങൾ ഒരു ടീസ്പൂൺ കഴിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. ഇപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് കോഫി കുടിക്കുന്ന സമയത്ത് നമ്മൾ കോഫിയിൽ ഷുഗർ ആഡ് ചെയ്യാതെ ഒരു കഷ്ണം ബട്ടറും ഒരു കഷ്ണം കോക്കനട്ട് ഓയിലും ആണ്, ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ശരീരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അത് HDL കൊളസ്ട്രോൾ കൂട്ടാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഗ്ഗ് കഴിക്കാവുന്നതാണ്. മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. മുട്ടേൻ്റെ വെള്ള മാത്രം കഴിക്കും, മുട്ടേൻ്റെ മഞ്ഞ കഴിക്കില്ല. പക്ഷെ മുട്ട കഴിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഫുഡാണ്. അതൊരിക്കലും നിങ്ങളുടെ കൊളസ്ട്രോൾ കൂട്ടില്ല, ചീത്ത കൊളസ്ട്രോൾ കൂട്ടില്ല. അതുകൊണ്ട് മുട്ട നിങ്ങൾ മാക്സിമം ഒരു ദിവസം നിങ്ങൾക്ക് 2 മുട്ടയോളം കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്നത് ഒലീവ് ഓയിൽ നിങ്ങൾക്ക് എടുക്കാം, നിലക്കടല നിങ്ങൾക്ക് എടുക്കാം, വാൾനട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ നിങ്ങൾക്ക് കൂടില്ല. പിന്നെ നിങ്ങൾക്ക് നല്ല പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് മോരോ തൈരോ ഇങ്ങനെയുള്ള ഏതെങ്കിലും നല്ല, അല്ലെങ്കിൽ യോഗട്ടോ ഗ്രീക്ക് യോഗട്ടോ ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഫ്രൂട്ട്സ് ഒക്കെ ആവുന്ന സമയത്ത് അധികം മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കരുത്. വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ഫ്രൂട്ട്സ് കഴിക്കാനും പാടില്ല. ഫ്രൂട്ട്സ് എപ്പോഴും കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കൂടുതലായിട്ടും നിങ്ങൾ ബെറി ഫ്രൂട്ട്സുകൾ ഇൻക്ലൂഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾ ബെറി ഫ്രൂട്ട്സ് കഴിക്കുക. അതായത് സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി പോലുള്ള ഫ്രൂട്ട്സുകൾ, അല്ലെങ്കിൽ ചെറീസ് കഴിക്കുക. ചെറീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു റെഡ് കളറിൽ കുറച്ച് റൗണ്ട് ആയിട്ടുള്ള സ്മോൾ ചെറീസ് കിട്ടും. ഇത് സിറപ്പിലിട്ട് വെച്ച ചെറീസ് അല്ല, അല്ലാത്ത ചെറീസ് ഉണ്ടാവും. ഈ ചെറീസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ കറിവേപ്പില, ഇലക്കറികൾ, അവാക്കാഡോ പോലുള്ള ഫ്രൂട്ട്സുകൾ, ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൊളസ്ട്രോൾ, അതായത് HDL കൊളസ്ട്രോൾ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കുക, എണ്ണക്കടികൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക. അത് അല്ലാതെ കറി വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ HDL കൊളസ്ട്രോളിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഭക്ഷണങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളൊരു ഭയം ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇറച്ചിയും മീനും കഴിക്കുക. പ്രോപ്പറായിട്ടുള്ള എമൗണ്ടിൽ പ്രോപ്പറായിട്ട് രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റുന്നതാണ്. അതൊരിക്കലും കൊളസ്ട്രോൾ കൂട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡയറ്റൊക്കെ എടുത്തിട്ടും സ്വയം ഡയറ്റ് എടുത്തിട്ടും വെയിറ്റ് കുറയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പം നമുക്കാണെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഫാറ്റി ലിവർ കുറയ്ക്കാനൊക്കെ ഉള്ള ഡയറ്റ് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു പേഴ്സണൽ ട്രെയിനറും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കണം, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.